ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അഭിഷേകത്തെ ഏറ്റെടുക്കുക എന്നതിനെ കുറിച്ചാണ്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 5-ഉം 6-ഉം തിരുലിഖിതങ്ങൾ. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനമെന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിന്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും. ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. ഈ മണിക്കൂർ വലിയൊരു അഭിഷേകത്തിന്റെ മണിക്കൂറായി മാറാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈ നിമിഷങ്ങളിൽ ജോയേൽ പ്രവചനം 2-ാം അധ്യായം 28-ാം വചനം അന്വർത്ഥമാകും. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഈ നിമിഷങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന എല്ലാവരും സമൂഹത്തോട് ചേർന്ന്, ഈ നിമിഷം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ജനലക്ഷങ്ങളോട് ചേർന്ന് കൈയടിച്ച് പാട്ടുപാടി അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഉണർവോടെ, വലിയ ആഗ്രഹത്തോടെ, സന്തോഷത്തോടെ സഭയോട് ചേർന്ന് ഒന്നിച്ചൊന്നിച്ച് പാടി പാടി ആരാധിക്കുന്നു. കൊടുങ്കാറ്റടിക്കും പോലെ ശക്തി പെരുകും. പവർ പവർ. കൊടുങ്കാറ്റടിക്കും പോലെ ശക്തി പെരുകും. അഗ്നിജ്വാല പടരും പോലെ പുതുഭാഷകളാൽ സ്തുതിക്കും. അഗ്നിജ്വാല പടരും പോലെ പുതുഭാഷകളാൽ സ്തുതിക്കും. കരങ്ങൾ ഉയർത്തിയടിക്കുന്നു. അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടുമ്പോ. അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടും. വലിയ ഉണർവോടെ അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പരിശുദ്ധാത്മാവേ അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവ്വജനത്തിന്മേൽ അത്ഭുത അഭിഷേകം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇപ്പോൾ കത്തി പടരട്ടെ. കാലത്ത് സർവ്വജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഇപ്പോൾ ഈ ദാസന്മാരുടെ മേൽ, ദാസിമാരുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ അത്ഭുതകരമായ അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 5-ഉം 6-ഉം തിരുലിഖിതങ്ങളിൽ കർത്താവ് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ ആദ്യമേ ഈ വീടിന് സമാധാനം എന്ന് ആശംസിക്കണം. സമാധാനത്തിന്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും. ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. ഈ തിരുലിഖിതങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തുന്ന ഒരു വലിയ രഹസ്യമാണ്, സ്വർഗം നൽകുന്ന അഭിഷേകത്തെ ഏറ്റെടുക്കേണ്ട ആത്മാവ് അവിടെ ഇല്ലെങ്കിൽ ആ അഭിഷേകം അവിടെ നിലനിൽക്കുകയില്ല. ഹല്ലേലൂയ. ഓരോ കാലഘട്ടത്തിനും ദൈവം അഭിഷേകം ഒരുക്കിയിട്ടുണ്ട്. ഓരോ പ്രശ്നത്തിന്റെ മേതെ ചവിട്ടി നടക്കാൻ ദൈവം അഭിഷേകം ഒരുക്കിയിട്ടുണ്ട്. ഓരോ കുടുംബത്തിനു വേണ്ടി അഭിഷേകമുണ്ട്. ഓരോ വംശത്തിനു വേണ്ടിയുള്ള അഭിഷേകത്തെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഓരോ രൂപതയ്ക്കും വേണ്ടി, ഓരോ ഇടവകയ്ക്കും വേണ്ടി, ഓരോ യുഗത്തിനു വേണ്ടി ദൈവത്തിന്റെ അഭിഷേകങ്ങളെ, സ്വർഗത്തിന്റെ അഭിഷേകങ്ങളെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഞാനും നിങ്ങളും അത് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറെടുത്തുവോ? ഈ അഭിഷേകത്തെ സ്വീകരിക്കാനുള്ള ആത്മാവിനെ, ഈ അഭിഷേകത്തെ സ്വീകരിക്കാനുള്ള അന്തരീക്ഷം, ചൈതന്യം ഇന്ന് ഞാനും നിങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ടോ? ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ മണിക്കൂറിൽ ഞാനും നിങ്ങളും ചിന്തിക്കാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യൂതിത്തിന്റെ പുസ്തകത്തെ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ പഠനം മുന്നോട്ട് പോകുന്നത്.
യൂദത്തിന്റെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ വലിയ ഒരു പ്രതികൂലത്തെയാണ് ചിത്രീകരിക്കുന്നത്. ഇതാ വലിയ ഭീമന്മാരായ സാമ്രാജ്യ ശക്തി അസീറിയൻ സാമ്രാജ്യം ഇസ്രായേൽ ജനത്തിനെതിരെ പല്ലും നഖവും ഉപയോഗിച്ച് അതുങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി വരികയാണ്. അസീറിയൻ സാമ്രാജ്യ ശക്തിയായ നെബൂഖദ്നേസറിന്റെ സർവ്വസൈന്യാധിപൻ ഹോളോഫർണസ് വലിയ ഒരു സൈന്യത്തെയും കൂട്ടി ഇസ്രായേൽ ജനത്തെ വിഴുങ്ങാൻ തക്കവണ്ണം അവർ പടയോട്ടം നടത്തി വരികയാണ്. അതാണ് യൂദത്തിന്റെ പുസ്തകം 7-ാം അധ്യായം അതിൽ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. വലിയ ഭയങ്കരമായ ഒരു സൈന്യനിരയോടുകൂടിയാണ് ഹോളോഫർണസ് ഇസ്രായേലിന് നേരെ വരുന്നത്. യൂദത്തിന്റെ പുസ്തകം 7-ാം അധ്യായം 2-ാമത്തെ തിരുലിഖിതം. അവരുടെ പോരാളികൾ അന്ന് തന്നെ പാളയം വിട്ട് മുന്നേറി 1,70,000 കാലാളും 12,000 കുതിരപ്പടയും കൂടാതെ സാധന സാമഗ്രികൾ വഹിക്കുന്ന ഭടന്മാരുടെ ഒരു വലിയ സമൂഹവും അടങ്ങിയതായിരുന്നു ആ സൈന്യം. ഒരു വലിയ സൈന്യം, ഭീകരത വിതയ്ക്കുന്നൊരു സൈന്യം. കേൾക്കുമ്പോൾ തന്നെ ഇസ്രായേൽ ജനം കിടിലം കൊള്ളുന്ന വിധം ഒരു വലിയ സൈന്യ വ്യൂഹമാണ് ഇപ്പോൾ ഇവർക്കെതിരെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. യൂദത്തിന്റെ പുസ്തകം 7-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? ഈ വമ്പിച്ച സൈന്യത്തെ കുറിച്ച് കേട്ട മാത്രയിൽ ഇസ്രായേൽക്കാർ ഭയചകിതരായി അവരുടെ കാലുകൾ കൂട്ടിയടിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സൈന്യം മുന്നേറി വന്ന് ശത്രുക്കൾ ഇസ്രായേൽക്കാർക്കെതിരെ പാളയമടിച്ച് അവർ ആദ്യം ചെയ്തത് ഇസ്രായേൽ നാട്ടിലേക്കുള്ള എല്ലാ അരുവികളെയും അവർ തടഞ്ഞു. കുടിവെള്ളം കിട്ടാതെ ജനം പൊരിഞ്ഞു മരിക്കണം, അതിനുവേണ്ടി കുടിവെള്ളം അവർ തടഞ്ഞു. ആ നാട്ടിലേക്കുള്ള റോഡുകളെല്ലാം അവർ ഉപരോധിച്ചു. ആ ഉപരോധത്തിന്റെ ഭീകരതയെക്കുറിച്ച് യൂദത്തിന്റെ പുസ്തകം 7-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട് രക്ഷാമാർഗമൊന്നും കാണാതെ ധൈര്യം ക്ഷയിച്ച് ഇസ്രായേൽ ജനം ദൈവമായ കർത്താവിനോട് നിലവിളിച്ചു. ഭയചകിതരായി അവർ പൊട്ടിക്കരയുകയാണ്. കാരണം ഇപ്പൊ സഹായിക്കാൻ ആരുമില്ല. ഒരു വലിയ വായിൽ നിലവിളിക്കുകയാണ്. അടുത്ത വാക്യം: കാലാളും തേരുകളും കുതിരപ്പടയും ഉൾപ്പെട്ട അസ്രിയാൻ സൈന്യം ബത്ലിയാക്കാർ വെള്ളം നിറച്ചു വെച്ച പാത്രങ്ങളെല്ലാം ശൂന്യമാകുന്നതുവരെ 34 ദിവസം അവരെ ഉപരോധിച്ചു. നീണ്ട 34 ദിവസങ്ങളോളം ഈ ജനത്തിന് ഒരു തുള്ളി വെള്ളം പോലും വിട്ടുകൊടുക്കാതെ ഉപരോധിക്കുകയാണ്. ഈ കഠിനമായ ഉപരോധത്തിന്റെ പരിണത ഫലമായി തിരുലിഖിതങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്, അവരുടെ ജലസംഭരണികളെല്ലാം വറ്റി വരണ്ടു പോയി. ഒരു ദിവസത്തേക്കുള്ള വെള്ളം പോലും ഇല്ലാത്ത വിധം അവർ കുഴങ്ങി. അവർ വെള്ളം അളന്ന് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ജനം മുഴുവൻ ക്ലേശിക്കുകയാണ്. അങ്ങനെ ആ കഠിനമായ ആ ദുരിതത്തിന്റെ നടുവിൽ ആ ജനം അനുഭവിച്ചിരുന്ന തകർച്ച 22-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യൂദത്തിന്റെ പുസ്തകം 7:22. അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആശയറ്റു, സ്ത്രീകളും യുവാക്കളും നഗരവീഥികളിലും പടിവാതിൽക്കലും ദാഹം മൂലം മൂർച്ഛിച്ചു വീണു. അല്പം പോലും ശക്തി അവരിൽ അവശേഷിച്ചില്ല. സ്ത്രീകളും യുവാക്കളും മൂർച്ഛിച്ചു വീണു എന്ന് പറഞ്ഞാൽ ഭക്ഷണമില്ല, വെള്ളമില്ല, ഭയം, ഭീകരത, ദുർവാർത്തകൾ ഇതെല്ലാം കേട്ട് ഇനി മുന്നോട്ടേക്ക് നിവൃത്തിയില്ലാതെ മനസ്സും ശരീരവും തളർന്ന് നിരവധി യുവാക്കന്മാരും നിരവധി സ്ത്രീകളും അവർ മൂർച്ഛിച്ച് നിലംപതിച്ച് ഇത്രയും സാഹചര്യം വഷളായി. ഈ സമയത്ത് ആ ജനം ചെയ്തൊരു കാര്യമുണ്ട്. ആ ജനം ഒന്നാകെ നിലവിളിച്ച് അവരുടെ ഭരണാധികാരികളുടെ അടുത്ത് ചെന്ന് പറയുകയാണ്, നിങ്ങൾ അസീറിയക്കാരോട് സഖ്യം ചെയ്ത് അവരോട് തോറ്റ് ഈ രാജ്യത്തെ അവർക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു നല്ലത്. എതിർത്ത് നിൽക്കാൻ പോയത് വലിയ മോശമായി. അവരോട് എതിർത്ത് നിൽക്കാൻ നമുക്ക് ശക്തിയില്ലല്ലോ. അവരോട് എതിർത്ത് നിൽക്കാൻ പോയത് വലിയ ദോഷമായി. നാം കീഴടങ്ങുകയായിരുന്നു നല്ലത്. അതുകൊണ്ട് ദയവ് ചെയ്ത് വേഗം പോയി കീഴടങ്ങുക.
7-ാം അധ്യായത്തിൽ 26-ഉം 27-ഉം തിരുലിഖിതങ്ങൾ ജനം കൂട്ടമായി അവരുടെ ഭരണാധികാരികളോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളാണ് 26-ഉം 27-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. ഉടനെ ഹോളോഫർണസിനെയും സൈന്യം മുഴുവനെയും വിളിച്ചു വരുത്തി നഗരം അടിയറ വയ്ക്കുക, അവർ കൊള്ളയടിക്കട്ടെ, അവരുടെ തടവുകാരായിരിക്കുന്നതാണ് ഭേദം. അടിമകളായാലും ഞങ്ങളുടെ ജീവൻ രക്ഷിക്കപ്പെടുമല്ലോ. ഞങ്ങളുടെ ശിശുക്കൾ മുൻപിൽ വീണ് മരിക്കുന്നതിന് ഞങ്ങൾ സാക്ഷികളാകുകയോ ഭാര്യമാരും കുട്ടികളും അന്ത്യശ്വാസം വലിക്കുന്നത് കാണുകയോ വേണ്ടല്ലോ. എത്രയോ ദയനീയമായ സാഹചര്യം. നോക്കി നിൽക്കുമ്പോൾ കുട്ടികൾ കൺമുമ്പിൽ വീണ് പിടഞ്ഞു മരിക്കുന്നൊരു അന്തരീക്ഷം. നോക്കി നിൽക്കുമ്പോൾ ഭാര്യമാർ കൺമുമ്പിൽ വീണ് പിടഞ്ഞ് ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിക്കുന്ന രംഗങ്ങൾ കാണേണ്ടി വരുന്ന ഭർത്താക്കന്മാര്, കാണേണ്ടി വരുന്ന കുടുംബനാഥന്മാര്, അവരുടെ ഹൃദയം പിളരുകയാണ്. അതുകൊണ്ട് അവർ പറയുകയാണ്, നമുക്ക് വേഗം പോയി കീഴടങ്ങാം, നമുക്ക് വേഗം പോയി നഗരം അടിയറ വെക്കാം, നാം ശത്രുവിന് അടിമയായി ജീവിക്കുന്നതാണ് ഇതിനേക്കാൾ ഭേദം. അങ്ങനെ മുന്നോട്ട് 1 ഇഞ്ച് നീങ്ങാൻ നിവൃത്തിയില്ലാതെ പ്രത്യാശ നഷ്ടപ്പെട്ട് അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന നിസ്സഹായരായ ഒരു ജനതയാണ് ഇവിടെ കാണുന്നത്. ഇത്രയും തകർന്നൊരു സാഹചര്യമായപ്പോൾ ഇതാ ജനത്തിന്റെ നേതാക്കന്മാരുടെ ഹൃദയത്തിലും ഭയം തട്ടുകയാണ്. അവര് പറയുകയാണ്, സഹോദരന്മാരെ, 5 ദിവസം കൂടെ നമുക്ക് നോക്കാം. ഈ 5 ദിവസവും കർത്താവ് നമ്മളെ സഹായിക്കുന്നില്ലെങ്കിൽ നമുക്ക് കീഴടങ്ങി എല്ലാം ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെ ജനം അന്ന് പിരിഞ്ഞു പോയി. ഈ വാർത്ത ഇതാ കാട്ടുതീ പോലെ രാജ്യം മുഴുവൻ പടർന്നു. യൂദിത്ത് എന്നൊരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു. അവളിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചിരുന്നവളാണ്. അവൾക്കറിയാമായിരുന്നു ജെറമിയ 1:17, നീ അവരെ ഭയപ്പെടരുത്, ഭയപ്പെട്ടാൽ അവരുടെ മുമ്പിൽ വെച്ച് നിന്നെ ഞാൻ പരിഭ്രാന്തനാക്കും. ദൈവത്തിന്റെ പൈതൽ ഒരു ശത്രുവിന് മുമ്പിലും പരാജയത്തെ കുറിച്ച് ഭീതിപ്പെടരുത്, ഒരു ശത്രുവിന് മുമ്പിലും ഭയപ്പെടരുത്, ഒരു ശത്രുവിന് മുമ്പിലും അടിപതറരുത്, കുലുങ്ങരുത്, ഭയമറിയരുത്. ഇത് യൂദിത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് യൂദിത്ത് ഈ സമയം ദൈവസന്നിധിയിൽ അഭിഷേകം പ്രാപിക്കുകയാണ്. ഈ പ്രതികൂലത്തിന്റെ നടുവിൽ നിന്ന്, ഈ അന്ധകാരത്തിന്റെ നടുവിൽ നിന്ന്, ഈ കണ്ണുനീരിന്റെ നടുവിൽ നിന്ന് ഈ ജനത്തെ അത്ഭുതങ്ങളിലൂടെ വിജയത്തിലേക്ക് നയിക്കാനുള്ള ദൈവത്തിന്റെ അഭിഷേകം ഇവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആ അഭിഷേകത്തെ യൂദിത്ത് സ്വീകരിക്കുകയാണ്. യൂദിത്ത് പറഞ്ഞു, ഈ നഗരാധിപന്മാരുടെ, ഈ ഭരണാധികാരികളുടെ തീരുമാനത്തിൽ എനിക്ക് പങ്കില്ല. അപ്പോൾ അവർ യൂദിത്തിനോട് ചോദിക്കുകയാണ്, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ യൂദിത്ത് പറയുകയാണ്, യൂദിത്തിന്റെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് നാം കാണുന്നത്. യൂദിത്ത് പറഞ്ഞു, ഈ നിങ്ങളൊരു 5 ദിവസം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ 5 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ അടിയറവ് പറയുമെന്ന് പറഞ്ഞിരുന്ന ഈ 5 ദിവസത്തിനുള്ളിൽ ഞാൻ ജീവിക്കുന്ന ദൈവത്തിന് നാമം വിളിച്ച് ഈ ജനത്തെ രക്ഷിക്കും. ഉടനെ അവർ ചോദിച്ചു, എങ്ങനെ? യൂദിത്തിന്റെ ആത്മീയ യുദ്ധം ആരംഭിക്കുകയാണ്. യൂദിത്ത് ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. അതാണ് യൂദിത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 7-ാമത്തെ തിരുലിഖിതം. യൂദിത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 7-ാമത്തെ വാക്യം. യൂദിത്ത് സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് തന്റെ ജനത്തെ രൂപപ്പെടുത്തിയ തന്റെ ജനത്തിന്റെ അധിപനായ കർത്താവിന്റെ, സൈന്യങ്ങളുടെ കർത്താവിന് മുമ്പിൽ യൂദിത്ത് ഹൃദയം തുറന്നു പറയുന്നൊരു കാര്യമുണ്ട്, ദൈവമേ, അവിടുന്ന് യുദ്ധങ്ങൾ തകർക്കുന്ന കർത്താവാണല്ലോ. വായിച്ചു കേൾക്കാം. അസ്രിയരുടെ ശക്തി വർദ്ധിച്ചിരിക്കുന്നു, കുതിരകളാലും കുതിരക്കാരാലും അവർ പ്രബലരായിരിക്കുന്നു, കാലാൾപ്പടയുടെ ശക്തിയിൽ അവർ അഹങ്കരിക്കുന്നു. പരിച, കുന്തം, വില്ല്, കവിണ എന്നിവയിൽ അവർ ആശ്രയിക്കുന്നു. അവിടുന്നാണ് യുദ്ധങ്ങൾ തകർക്കുന്ന കർത്താവെന്ന് അവർ ഗ്രഹിക്കുന്നില്ല. അവിടുന്നാണ് യുദ്ധങ്ങൾ തകർക്കുന്ന കർത്താവ് എന്ന് ഇതാ യൂദിത്ത് തന്റെ ഹൃദയത്തിൽ നിന്ന് ഏറ്റുപറഞ്ഞ് ആ അഭിഷേകത്തെ സ്വീകരിക്കുകയാണ്. യുദ്ധങ്ങൾ തകർക്കുന്ന കർത്താവ് നൽകുന്ന ആ അഭിഷേകത്തെ യൂദിത്ത് ഏറ്റുവാങ്ങുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും ദൈവവചനം അറിഞ്ഞാലേ
പ്രതികൂലത്തിൽ യുദ്ധങ്ങൾ തകർക്കുന്ന കർത്താവ് നടത്തുന്ന അത്ഭുത വിജയ വഴികളെ കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. യൂദത്ത് ഈ വചനാഭിഷേകം ഉണ്ടായിരുന്നത് കൊണ്ട് യൂദത്ത് ദൈവസഭയിൽ ഏറ്റുപറയാണ്, ഓ യഹോവേ, സൈന്യങ്ങളുടെ കർത്താവേ, അവിടുന്ന് യുദ്ധങ്ങൾ തകർക്കുന്ന കർത്താവ് എന്ന് ഞാൻ ഏറ്റുപറയുന്നു എന്ന് യൂദത്ത് കർത്താവിന്റെ സന്നിധിയിൽ അതരത്തിലും ഹൃദയത്തിൽ നിന്ന് തന്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ. യൂദത്ത് എന്ത് പറഞ്ഞ് പ്രഖ്യാപിച്ച് ഏറ്റെടുത്തോ അത് യൂദത്തിന് മേൽ കിട്ടി. യുദ്ധങ്ങൾ തകർക്കുന്ന കർത്താവിനെ ഏറ്റുപറഞ്ഞ യൂദത്തിന് യുദ്ധങ്ങൾ തകർക്കുന്ന കർത്താവിന്റെ അഭിഷേകം ദൈവം പകർന്നു കൊടുത്തു. മക്കബായരുടെ 2-ാമത്തെ പുസ്തകം 8-ാമത്തെ അധ്യായം അതിൽ 18-ാമത്തെ തിരുലിഖിതം, നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ഇത് യൂദത്തിനുണ്ടായിരുന്നു. ഈ അഭിഷേകം യൂദത്ത് ഏറ്റുവാങ്ങി. അപ്പോൾ മുതൽ യൂദത്തിൽ ആ അഭിഷേകം പ്രവർത്തിക്കാൻ തുടങ്ങി. യൂദത്ത് മുന്നോട്ട് നീങ്ങുകയാണ്. അവൾ ക്രമപ്രകാരമുള്ള പ്രാർത്ഥനകളെല്ലാം ചെയ്ത് അവൾ ശത്രുപാളയത്തിലേക്ക് നീങ്ങി. ശത്രുപാളയത്തിൽ ജീവിക്കുന്ന ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് അവൾ സർവ്വ സൈന്യാധിപനായ ഹോളോഫർണസിനോട് ഇടപെടുകയാണ്. യൂദത്തിന്റെ പുസ്തകം അവസാനത്തെ അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ 16-ാമത്തെ അധ്യായത്തിലും 14-ാമത്തെ അധ്യായം മുതൽ നമ്മൾ കാണുന്ന കാര്യമുണ്ട്. ഈ യൂദത്തിന്റെ കരങ്ങൾ കൊണ്ട് യുദ്ധങ്ങൾ തകർക്കുന്ന കർത്താവ് അസീറിയൻ ചക്രവർത്തിയായ നെബൂഖദ്നേസറിന്റെ സർവ്വ സൈന്യാധിപനായ ഹോളോഫർണസിന്റെ തല വെട്ടിമുറിച്ചെടുത്ത് ആ മുടിച്ചുറ്റിൽ കുത്തിപ്പിടിച്ച് ഇതാ യൂദത്ത് സ്വന്തം രാജ്യത്തേക്ക് യാത്രയാവുകയാണ്. ഒരു സ്ത്രീയുടെ കരത്തിലൂടെ, ഒരു ദുർബലയായ ഒരു പെണ്ണിന്റെ കരത്തിലൂടെ പ്രബല സാമ്രാജ്യമായ അസീറിയൻ സാമ്രാജ്യത്തിന്റെ സർവ്വ സൈന്യാധിപന്റെ കഴുത്ത് വെട്ടിയെടുത്ത് ഇതാ ദൈവം തന്റെ ജനത്തിന് അത്ഭുതകരമായ ജയം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുന്ന് യുദ്ധങ്ങൾ തകർക്കുന്ന കർത്താവാണ്. അവിടുന്ന് നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും തന്റെ അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവമാണെന്ന് യൂദത്തിന് ബോധ്യമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇതുപോലെ ദാവീദിന്റെ കാലഘട്ടത്തിൽ ഫിലിസ്ത്യ സൈന്യം ഗോലിയാത്ത് തുടങ്ങിയ മഹാമല്ലനെ മുന്നിൽ നിർത്തി ജീവിക്കുന്ന ദൈവത്തെയും ആ ദൈവത്തിന്റെ സേനയെയും രാജ്യത്തെയും അപമാനിക്കുകയായിരുന്നു. ഈ സ്വരം, ഗോലിയാത്തിന്റെ അപമാനകരമായ സ്വരം ദാവീദിന്റെ കാതുകളിൽ പതിഞ്ഞപ്പോൾ തന്നെ ശത്രുവിനെ തകർക്കുന്ന ദൈവത്തിന്റെ അത്ഭുത ശക്തിയുടെ അഭിഷേകം ദാവീദ് ഏറ്റുവാങ്ങി. ദാവീദ് ചോദിച്ചു, ജീവിക്കുന്ന ദൈവത്തിന്റെ സേനയെ നിന്ദിക്കാൻ ഈ അപരിച്ഛേദൻ ആരാണ്? ദാവീദ് സ്വർഗത്തിന്റെ അഭിഷേകത്തെ സ്വീകരിച്ച് അവന് ആകെ ഉണ്ടായിരുന്ന പരിചയം കല്ലെടുത്ത് പക്ഷിയെയും പട്ടിയെയും എറിയുന്ന ചില പരിചയങ്ങൾ മാത്രമാണ്. ആ പരിചയത്തിലേക്ക് ദൈവശക്തി ആവസിച്ച് അവൻ കല്ലെടുത്ത് അവൻ വീശിയെറിഞ്ഞു. ഇതാ ഗോലിയാത്തിനെ നെറുക നിലനിറന്ന് മഹാപർവ്വതം പോലെ ഇതാ നിബന്ധിച്ച് കിടക്കുകയാണ്. ഒരു കവിഴ കല്ലുകൊണ്ട് ഇതാ അഹങ്കാരിയുടെ നെറുകം തല തകർത്ത് നിലത്ത് വീഴ്ത്തിയിരിക്കുന്ന കർത്താവിന്റെ ശക്തി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മോനിക്ക പുണ്യവതി എന്നൊരു വിശുദ്ധയുടെ ജീവചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? അഗസ്തീനോസ് എന്ന് പറയുന്ന മോനിക്ക പുണ്യവതിയുടെ മകൻ വർഷങ്ങളായി പാപം, തിന്മ, ദുർവൃത്തി, അശുദ്ധി, അന്ധകാരം ഇതിൽ കട്ടപിടിച്ച് കാർത്തേജ് പട്ടണത്തിലെ മുഴുവൻ പാപത്തിലും പൂണ്ടുകിടന്ന അഗസ്തീനോസ്, ഈ അഗസ്തീനോസിനെ തിന്മ തകർക്കുമ്പോൾ, മോനിക്ക പുണ്യവതി കുടുംബത്തെ തിന്മ തകർക്കുമ്പോൾ ആ തിന്മയുടെ നെറുകം തല തകർക്കാനുള്ള അഭിഷേകത്തെ മോനിക്ക പുണ്യവതി ഏറ്റുവാങ്ങി. അവൾ പ്രാർത്ഥിച്ച് 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 ആ കുടുംബത്തിൽ നിന്ന് ആ കുടുംബത്തെ തകർക്കാൻ വേണ്ടി മഹാപർവ്വതം പോലെ ഉയർന്നു നിന്ന ആ അന്ധകാര സൈനികരെ തകർത്ത് ആ കുടുംബത്തിൽ നിന്ന് സഭയിലേക്കും വെച്ച് ഏറ്റവും വലിയ വിശുദ്ധനെ ഉയർത്തിയില്ലേ? മകനെ, മകളെ, നിന്റെ കുടുംബത്തിൽ നിന്ന് പ്രതികൂലം ഇല്ലേ? നിന്റെ മക്കളൊന്ന് വഴിതെറ്റി പോകുന്നില്ലേ? നിന്റെ മക്കൾക്ക് പലതരം തകർച്ചകളില്ലേ? നിന്റെ ഇടവകയിൽ പ്രശ്നങ്ങളില്ലേ? നിന്റെ സഭയിൽ പ്രശ്നങ്ങളില്ലേ? നിന്റെ കോൺഗ്രിഗേഷനിൽ പ്രശ്നങ്ങളില്ലേ? ആ പ്രശ്നത്തിന്റെ നടുവിൽ നിന്ന് നിന്റെ കോൺഗ്രിഗേഷനെ ലോകോത്തര കോൺഗ്രിഗേഷനാക്കാൻ, ഈ പ്രശ്നത്തിന് നടുവിൽ നിന്ന് നിന്റെ രൂപതയെ ഒരു വെള്ളി വെളിച്ചമാക്കി മാറ്റാൻ, ഈ പ്രശ്നത്തിന് നടുവിൽ നിന്ന് നിന്റെ കുടുംബത്തിൽ നിന്ന് ലോകം എന്നും ഓർക്കുന്ന ഒരു മഹാരഥനെ ഉയർത്താൻ ദൈവത്തിന്റെ അഭിഷേകം നിനക്ക് നിന്റെ കുടുംബത്തിന് വേണ്ടിയുണ്ട്, നിന്റെ കോൺഗ്രിഗേഷന് വേണ്ടിയുണ്ട്, നിന്റെ രൂപതയ്ക്ക് വേണ്ടിയുണ്ട്. നീ ഈ അഭിഷേകത്തെ ഏറ്റെടുക്കുന്നുവോ? പ്രതികൂലം കാണുമ്പോൾ ഭയപ്പെടുന്നവരാണെങ്കിൽ കർത്താവ് വ്യക്തമായി പഠിപ്പിക്കുന്നു. ജെറമിയ 1:17, നീ അവരെ ഭയപ്പെടരുത്, ഭയപ്പെട്ടാൽ അവരുടെ മുമ്പിൽ നിന്നെ ഞാൻ പരിഭ്രാന്തനാക്കും. നീ അഭിഷേകത്തെ ഏറ്റെടുക്കുന്നുവോ?
ശത്രുവിന്റെ നിർഗന്ധല തകർക്കുന്നവനാണ് കർത്താവ്. സങ്കീർത്തന പുസ്തകം 68 അധ്യായത്തിൽ 21 തിരുലിഖിതം, ശത്രുവിന്റെ കേശാലങ്കൃതമായ നിർഗന്ധല അവൻ തകർത്ത് തരിപ്പണമാക്കി താഴെയിടും. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഈ അഭിഷേകത്തെ ആരാണോ ഏറ്റെടുക്കുന്നത് അവരിലൂടെ ദൈവശക്തി വ്യാപരിക്കും. ഈ നിമിഷങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഉന്നതമായ ശക്തി, നമുക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളെയും, ഈ ലോകം മുഴുവനെ തന്നെയും തന്റെ അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവമേ, അങ്ങയുടെ അത്ഭുത ശക്തി എൻ്റെ ഈ കുടുംബത്തിൽ ഇന്ന് ഞാനും എൻ്റെ കുടുംബാംഗങ്ങൾ നേരിടുന്ന ഈ പ്രശ്നത്തിൻ്റെ മേൽ അത്ഭുത പതാക പാറിക്കാൻ തക്കവണ്ണം എന്നിലേക്ക് നിറയട്ടെ. പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തി ഓരോ മകനും മകളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യുദ്ധങ്ങൾ തകർക്കുന്ന കർത്താവിൻ്റെ അഭിഷേകം. ഓ, തനിക്കെതിരെ വരുന്ന സകല ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെ തൻ്റെ അങ്കുലി ചലനം തറവറ്റിക്കാൻ സർവശക്തനായ ദൈവത്തിൻ്റെ അഭിഷേകം ഈ നിമിഷങ്ങളിൽ ഓരോ മകൻ്റെ മേലും മകളുടെ മേലും വ്യാപരിക്കട്ടെ കർത്താവേ. ഭയചകിതരായിരിക്കുന്നവർ, ദുർബലപ്പെട്ടിരിക്കുന്നവർ, വഴി കാണാതെ അലയുന്നവർ, നിരാശപ്പെട്ടിരിക്കുന്നവർ, യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനം എന്ന പോലെ ഇടം വലയം തിരിയാൻ നിവൃത്തിയില്ലാതെ അപമാനത്തിലും കഷ്ടതയിലും രോഗത്തിലും പീഡയിലും തകർച്ചയിലും മനം നൊന്ത് മുന്നോട്ട് പോകാൻ വഴിയില്ലാതെ ക്ലേശിക്കുന്ന ഓരോരുത്തരിലേക്കും ദൈവത്തിൻ്റെ അത്യത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിരുമുമ്പിൽ ബലിയായി തീരാൻ, തിരുമാംസരക്തമാകാൻ, തിരുമുമ്പിൽ ബലിയായി തീരാൻ, തിരുമാംസരക്തമാകാൻ, ഉരുകുന്ന ഹൃദയങ്ങളോടെ അണയുന്നു അൾത്താര മുന്നിൽ, ഉരുകുന്ന ഹൃദയങ്ങളോടെ അണയുന്നു അൾത്താര മുന്നിൽ. ചെറുതെങ്കിലും ജീവകാണിക്കയിൽ കൃപമാരി തൂകേണമേ, കുറവെങ്കിലും ദിവ്യ ഉദാശയിൽ ഒരു പങ്കു നൽകേണമേ. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 20 മുതലുള്ള തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുന്നു, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് അവനോടുകൂടി അത്താഴം കഴിക്കും. ഓ ദൈവമേ, ആരാണോ അവിടുത്തെ സ്വരം കേട്ട് വാതിൽ തുറന്നു തരുന്നത് അവിടേക്കാണല്ലോ സ്വർഗത്തിൻ്റെ അഭിഷേകം അവിടുന്ന് ചൊരിയുന്നത്. കർത്താവേ, അവിടുന്ന് കാലഘട്ടങ്ങളിൽ ചൊരിയുന്ന അഭിഷേകങ്ങൾ സ്വീകരിക്കാൻ തക്കവണ്ണം ഓരോ കുടുംബങ്ങൾ ഉണരട്ടെ കർത്താവേ. അതിന് തടസ്സമായി നിൽക്കുന്ന തടസ്സങ്ങളെല്ലാം ഇപ്പോൾ ഛിന്നഭിന്നമാകട്ടെ, മന്ദത മാറിപ്പോകട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരവിപ്പ് വിട്ടുമാറട്ടെ, തിന്മയുടെ ആധിപത്യങ്ങൾ തകരട്ടെ. ദൈവനിഷേധവും നിരീശ്വര ചിന്തയും അന്ധകാരങ്ങളും ദുർസ്വഭാവങ്ങളും ദുർമോഹങ്ങളും ഈശോയുടെ അത്ഭുത ശക്തികൾ തകർന്ന് കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. കുടുംബങ്ങൾ ദൈവിക പ്രേരണ ലഭിക്കാൻ തക്കവണ്ണം അത്ഭുത അഭിഷേകം ജ്വലിക്കട്ടെ കർത്താവേ. കുടുംബ അന്തരീക്ഷങ്ങളിൽ വ്യത്യാസം ഉണ്ടാകട്ടെ, സമൂഹ അന്തരീക്ഷങ്ങൾ വ്യത്യാസം ഉണ്ടാകട്ടെ. എല്ലാ സമൂഹങ്ങളെയും കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ചെറുതെങ്കിലും ജീവകാണിക്കയിൽ കൃപമാരി തൂകേണമേ, കുറവെങ്കിലും ദിവ്യ ഉദാശയിൽ ഒരു പങ്കു നൽകേണമേ.
പേര് പോളെന്നാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മരത്താകര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു. തൃശ്ശൂർ രാജ്യത്തുള്ള മർത്താക്കര എന്ന ദേശത്ത് നിന്നാണ് നമ്മുടെ ചേട്ടൻ വരുന്നത്. എനിക്ക് 28 വർഷമായിട്ട് ഷുഗർ കംപ്ലൈൻ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു 4 വർഷമായിട്ട് കണ്ണിൻ്റെ ഉള്ളിൽ എപ്പോഴും എണ്ണ പോയി പോലെ അനുഭവം. അത് 4 വർഷമായിട്ട് കണ്ണിന്റെ ഉള്ളിൽ എണ്ണ പോയതുപോലെ അനുഭവം. 28 വർഷമായി ഷുഗറിന്റെ പ്രശ്നം. അതെ. അതിന് പുറമെ ചെകിട് രണ്ടിങ്ങനെ മൂടിക്കൊണ്ടിരിക്കും. ഒരു ചെകിട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് തനി കാർക്ക് വെച്ച് അടച്ച പോലെയായിരുന്നു. കാർക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായ ഒരു സാധനം ഒരു അടപ്പ് വെച്ച് അടച്ചതുപോലെ ആയിരുന്നു ഒരു ചെവിയുടെ അവസ്ഥ. ഇപ്പം ഇവിടെ വന്ന് ധ്യാനം കൂടിയതിന് ശേഷം എനിക്ക് ചെകിട്ടിൽ ആ മൂളിച്ച രണ്ടും പോയി. ഈ അടപ്പ് പോലെ ഉണ്ടായിരുന്ന അടുത്ത ഉറവി കിട്ടി. ഇപ്പൊ സുഖമായിട്ട് കേൾക്കാം. Praise the Lord. Hallelujah.